ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഷെയ്ൻ നിഗം, സാക്ഷി വൈദ്യ എന്നിവരെ പ്രധാന വേഷത്തിലാക്കി വീര സംവിധാനം ചെയ്യുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് ഹാൽ. അതിൻ്റെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ സിനിമ മുമ്പേ അനൗൺസ്മെൻ്റ് ചെയ്ത് എപ്പോഴേ റിലീസ് ചെയ്യേണ്ടതാണ്. കോർട്ട് ഇഷ്യൂ എന്തോ കാര്യങ്ങൾ, ബാൻ ഇഷ്യൂ അങ്ങനെയൊക്കെ പറഞ്ഞ് പോസ്റ്റ്പോണ്ടായി റിലീസൊക്കെ മാറ്റിയൊക്കെ വെച്ച ഒരു സിനിമയാണ്. അപ്പോൾ ഇതിലെന്തോ സമകാലികമായിട്ടുള്ള ഏതോ ഒരു കണ്ടന്റ് ഉണ്ട്. പിന്നെ ബീഫ് ഇഷ്യൂ, അങ്ങനെ ടെററിസ്റ്റ് ഇഷ്യൂ, അങ്ങനെ കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഫൈനലി അതിൻ്റെ ഒരു ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് റിലീസ് എന്നാണ് പറയുന്നത്. ഇനി അതിനും വല്ല ബാധ്യതയും വരുമെന്ന് കണ്ടറിയാം. അപ്പോൾ നമുക്ക് ട്രെയിലർ റിയാക്ട് ചെയ്യാം. ഷെയ്ൻ നിഗം. ഓ നത്ത് സാക്ഷി വൈദ്യ പുള്ളിങ്കോ ഫാത്തിന്റെ അടുത്ത കല്യാണത്തിന് വെച്ചേണ്ട റാപ്പർ ഓർമ്മയുണ്ട്. പിന്നെ റാപ്പേഴ്സിന്റെ ഇടയിൽ ആസ്ബി എന്നാണ് അറിയപ്പെടുന്നത്. ഓ, അപ്പോൾ റാപ്പറാണ് ഷെയ്ൻ നിഗം. അപ്പോൾ മലയാള സിനിമയിൽ എനിക്കൊരു ഫെജോ വൈബ് പിടിച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന മുടിയൊക്കെ കളറൊക്കെ ചെയ്ത്. പക്ഷേ ഷെയ്ൻ നിഗം ഇതുപോലെ റൊമാൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു എനർജറ്റിക് ആണ്. പിന്നെ ഒരു വെറൈറ്റിയുമാണ്. അതായത് ഒരു തിടുതിപ്പിനൊരു എന്താ വെച്ചാൽ ഒരു എനിക്ക് എപ്പോഴും ഷെയ്ൻ നിഗം ഒരു റൊമാൻസ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ, അതേക്കാൾ ഒരു സൈക്കോ പോലെ തോന്നാറുണ്ട്. അതായത് ഒരിത് എന്താ വരാത്ത എന്താ നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഡാൻസും ഉണ്ട്. ഞാൻ ഇവിടെ അടുത്ത് വന്നപ്പോ അതെ, അടുത്തടുത്ത് വരുന്നുണ്ട്. അല്ല, ഞാൻ ഈ സൺഡേ ചർച്ചിലൊന്നും പോയിട്ടില്ല. അപ്പൊ ജസ്റ്റ് ആ ഒരു വൈബ് അറിയാലോ ഓർത്ത് വന്നതാ. നാട്ടില് ക്രിസ്ത്യൻ ചർച്ച് ഒന്നും ഇല്ലേ? അയ്യോ ഉണ്ട്, പക്ഷെ അവിടെ ഈ ചർച്ചിലല്ലോ. നിന്റെ പേരും പ്രശ്നം, വേറെ പലതും പ്രശ്നം. ഇങ്ങനെയാണ് ഇഷ്യൂ വരുന്നത്. പേര് മുസ്ലിം നെയിം അങ്ങനെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ആ ഒരു പേരിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സിനിമയായിട്ട് ഈ സീൻ മാറ്റണം, സീൻ അന്ന് കട്ട് ചെയ്യണം, സെൻസർ ബോർഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുമായിട്ടായിരിക്കണം. നന്നായി പാടൂല്ലേ, പക്ഷെ റാപ്പിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലിറിക്സ് ഗവൺമെന്റിനും സിസ്റ്ററിനൊക്കെ കുറച്ച് എതിരാ. മൊത്തത്തിലൊരു ദേശവിരുദ്ധത. സാർ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങളാ. എടാ ഉള്ളത് പറ. ഒരു പെൺകുട്ടിയെ റിക്രൂട്ട് ചെയ്ത് നിനക്ക് എത്ര കിട്ടും? സാർ, നിങ്ങൾ എന്തൊക്കെ പറയണേ? എടാ, ഒരു പെൺകുട്ടിയെ കറക്കിയെടുത്ത് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തനിക്ക് എന്നാ കിട്ടുമെന്ന് എനിക്കുള്ള ഇഷ്ടമാണ്. എനിക്കുള്ള ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്നെ കാണണം, സംസാരിക്കണം. അതിന് ഈ ലോകത്ത് എവിടെയാണേലും ഞാൻ വരും. ഇത് എനിക്കൊന്നും ആദ്യം ഈ പെൺകുട്ടി ചർച്ചിൽ അപ്പോൾ ക്രിസ്ത്യനാണ്. അപ്പോൾ എനിക്കൊന്ന് ഇവനെ പ്രേമിച്ചപ്പം മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കണം. അങ്ങനെ അപ്പോൾ എന്തെങ്കിലും കേസുമായിട്ട് അതിന് പുള്ളി ഷെയ്ൻ നിഗത്തിൽ റാപ്പറാണല്ലോ. അപ്പോൾ ലിറിക്സൊക്കെ ഗവൺമെൻറ്റിനെതിരെയാണ്, സൊസൈറ്റിക്കെതിരെ, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലിറിക്സിൽ എന്താ പറയുക, ഒരു പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ റിലിക്സിലൂടെ നമുക്കറിയാമല്ലേ വരികൾ കൊണ്ട് ദേഷ്യപ്പെടുത്തുക എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ISI ടെററിസ്റ്റ് ഒക്കെ ആക്കുമെന്ന് തോന്നുന്നു. അതിൽ നീ പെണ്ണുങ്ങളെ പെടുത്താൻ വേണ്ടിയിട്ടല്ലേ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. ചുമ്മാ അല്ല കട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. അവിടെ നല്ല സീരിയസ്ലി പോകുന്നുണ്ട് കേട്ടോ. നിഷാദ് കോയാണ് റൈറ്റർ. റൊമാൻസ് ബൈ വീര. എൻ്റെ ഉള്ളിൽ എന്തൊരു ഹാല്.
അഭിലാഷത്തിലെ മ്യൂസിക് പോലെ ഇരിക്കണല്ലേ. ഹാൽ സിനിമാസ് ഡിസംബർ 25 റിലീസ് ചെയ്താൽ മതിയായിരുന്നു. റിലീസ് ചെയ്യുന്നു, 2 ദിവസമല്ലേ ഉള്ളൂ. ഹാൽ അപ്പം ട്രെയിലർ കൊള്ളാം ഗൈസ്, നല്ലൊരു ട്രെയിലർ. ഒരു എന്താ പറയാ, തുടക്കം തൊട്ടി തന്നെ ഒരു റൊമാൻസ് വൈബിൽ വന്നു, പിന്നെ പതിയെ കണ്ടന്റിൽ കയറുന്ന ഒരു 3 മിനിറ്റുള്ള ട്രെയിലറാണ്. ആൻഡ് മ്യൂസിക്കും കൊള്ളാം. മ്യൂസിക്കും കരളിയിലെ അഭിലാഷം മ്യൂസിക് പോലെ ഒരു പുള്ളി അഭിലാഷത്തിലെ മ്യൂസിക് ഡയറക്ടർ ആണോ എന്നൊരു പിടിയില്ല. അഭിലാഷം സൈജു ഗ്രൂപ്പിന്റെ സിനിമയിൽ ഇപ്പം ആ ഒരു സിനിമയിൽ ആ ഒരു അതേപോലെ ഒരു മ്യൂസിക് പോലെ കൊള്ളായിട്ടുണ്ട്. കാരണം ഇതൊരു മുസ്ലിം ടച്ചിൽ വരുന്ന പടമായതുകൊണ്ട് ചിലപ്പോൾ അതുപോലത്തെ ഒരു മുസ്ലിം ടച്ചുള്ള BGM കാര്യങ്ങളൊക്കെ ഇട്ടായിരിക്കും. പിന്നെ ഇതിൽ നമ്മളെ കണ്ട് പരിചയമുള്ള ആൾക്കാരൊക്കെ തന്നെ വരുന്നുണ്ട് സിനിമയിൽ. മ്യൂസിക് നന്ദഗോപനാണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. ആ ഒരു അറബ് അല്ലെങ്കിൽ ഒരു മാപ്പിളപ്പാട്ട് അങ്ങനത്തെ ഒരു ടൈപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഷെയ്ൻ നിഗം ഞാൻ പറഞ്ഞില്ലേ, ഒരു റാപ്പറാണ് സിനിമയിലെ. റാപ്പർ എന്ന രീതിക്കാണ് വരുന്നത്. അപ്പം റാപ്പർ പാടുന്ന പാട്ടുകളിലെ വരികളിൽ ഗവൺമെന്റിനെതിരെയും അല്ലെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ ഓരോരുത്തർ ഇന്ന ഒരു ഇതിനെതിരെ പാടുന്നു, ഇന്ന ഒരു വരി എഴുതുന്നു എന്നുള്ളത്, അപ്പോൾ ചിലരെ ചൊടിപ്പിക്കുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇവനെ പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ വില്ലന്മാര് അല്ലെങ്കിൽ ആരാണോ സിനിമയിൽ ആന്റഗോണിസ്റ്റ് റോൾ ചെയ്യുന്ന അവർ പെടുത്തുന്ന ഒരു സീനുകളായിരിക്കണം. കാരണം ഈ ഒരു രീതിക്ക് പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് പെണ്ണ് ക്രിസ്ത്യൻ ആണല്ലോ, പെണ്ണിനെ മുസ്ലിം ആക്കാൻ വേണ്ടി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇവനെ പെടുത്താൻ വിചാരിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കണം. ഈ റാപ്പിന്റെ വരികളിൽ ഇങ്ങനെ ഗവൺമെന്റിന് കുറ്റം പറയുന്നതായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ, അപ്പൊ ഇവരിങ്ങനെ ടെററിസ്റ്റ് എന്ന രീതിയിൽ ഇവനെ പെടുത്തുന്നതായിരിക്കണം. പിന്നെ ആ സിനിമ എനിക്ക് തോന്നുന്നു ഒരു നല്ല കണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഈ കൺവേർട്ട്, പിന്നെ ടെററിസ്റ്റ്, ISI എല്ലാം കേട്ടില്ലേ നിങ്ങൾ, അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ. ചിലപ്പോൾ ഇതൊക്കെ ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ വന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബാനും ഇഷ്യൂ കോർട്ട് ഓർഡർ ഇങ്ങനെയൊക്കെ വന്നത്. എനിക്ക് തോന്നുന്നു BJPക്കുള്ള കുറേ കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. കാരണം BJPയുടെ കുറേ ഇഷ്യൂ, ബീഫിൻ്റെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രോബ്ലംസ് എല്ലാം ഒന്ന് ഓവർകം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഹാലെത്തുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് നല്ലതല്ല ബുദ്ധിമുട്ടുള്ള ഒരു സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം ഇതിൻ്റെ ടീസർ എന്തോ 1 വർഷത്തിന് മുന്നേ റിലീസ് എന്തോ ചെയ്തതാണ്. അപ്പോൾ അത്രയ്ക്കും മുന്നേ പടവും അനൗൺസ്മെന്റ് ചെയ്ത് ടീസർ റിലീസ് ചെയ്ത ഒരു സിനിമ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ല. അവസാനം ഡിസംബർ 25 റിലീസ് ചെയ്യാണ്. പിന്നെ റിലീസ് ചെയ്യുമെന്നാണ് വിശ്വാസം, കണ്ടറിയുന്നത്. കാരണം ഇപ്പം അങ്ങനെയാണല്ലോ സംസാരം. കാരണം ഇപ്പം പടത്തിന് റിലീസിന് ആ ഒരു 7 മണി ഷോ ആണെങ്കിൽ ആ ഒരു 4 മണിക്കൂറിന് പടം പോസ്റ്റ്പോൺ ചെയ്യുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ തന്നെ ഇപ്പം ഈ വർഷം തന്നെ ഈ അഖാണ്ട നിങ്ങൾ അറിയാം, 5-ാം തീയതി കളങ്കാവലിനൊപ്പോ ദുരന്തറിനൊപ്പോ ഒക്കെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രാവിലെ ഷോയ്ക്ക് ടൈമിനായപ്പം പടം പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ റേച്ചൽ ഇതുപോലെ ഹണി റോസിന്റെ റേച്ചൽ മലയാള സിനിമ ഇതുപോലെ 5-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് 6-ാം തീയതിയായി. 6-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 12 അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഇപ്പം ഈ വർഷമേ ഇല്ല, 2026 ഇതുപോലെ തന്നെ LAക്ക് ഇതുപോലെ കറക്റ്റായിട്ട് 12-ാം തീയതിയൊക്കെ വരെ വന്ന് LAക്ക് ഡിസംബർ 18 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ LAക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി പ്രദീപ് രംഗനാഥനും കൃതി ഷെട്ടിയൊക്കെ ഉള്ള ആ സിനിമയും 18-ാം തീയതി ഇട്ടില്ല, മാറ്റി. കാരണം അവതാറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ സിനിമയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ആ സമയങ്ങളിൽ തന്നെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് റിലീസ് ഡേറ്റ് ഒക്കെ അനൗൺസ്മെന്റ് ചെയ്യുന്നതെന്ന് എന്താണെന്ന് അറിഞ്ഞത്. മൊത്തത്തിൽ ഹാൽ ട്രെയിലർ പൊളിയായിട്ടുണ്ട്. ആ ഒരു പ്രണയം ഇത് പുതിയ നായികയാണ് എന്ന് തോന്നുന്നു കണ്ടിട്ട്. സുന്ദരിയായിട്ടുണ്ട്, കാണാനൊക്കെ കൊള്ളാം. അവരുടെ റൊമാൻസും കാണാനൊക്കെ ഒരു വൈബുണ്ട്, ഒരു കോളേജ് പ്രണയം പോലെ. പഴയതുപോലെ തന്നെ എപ്പോഴും പോലെ ഷെയ്ൻ നിഗം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന യാതൊരു സംശയവും വേണ്ട. കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ട് കണ്ടന്റ് ഓറിയന്റഡും കൂടെ ആവുന്നു ആ പടം ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മൊത്തത്തിൽ ഹാൽ ട്രെയിലർ നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ പടവും ഹാലാകട്ടെ.